അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവവചനത്തെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനായിട്ട് നിങ്ങൾ കാണിച്ച ആ മനസ്സൊരുക്കത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നിങ്ങൾക്ക് നിത്യതയിൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഈ 1-2 ആഴ്ചകളായിട്ട് റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചിന്തിച്ചു വരികയാണല്ലോ. റോമാലേഖനം 3-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചിന്തിച്ചു വരികയാണ്. നമുക്കതിന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവന്റെ കൃപയാൽ വായിച്ചാൽ അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ ഇടുക നിമിത്തം തന്റെ നീതി പ്രദർശിപ്പിക്കാൻ മതി, നീതിയെ പ്രദർശിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പഴയ നിയമ പുസ്തകത്തിൽ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ ഒരു ഉദാഹരണം, അബ്രഹാമിന്റെ ജീവിതത്തെ ഉദാഹരണ സഹിതം നമുക്ക് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് അപ്പോസ്തലൻ നിസ്തുലം വെളിവാക്കുകയാണ് ഈ ഭാഗത്ത്. എനിക്കറിയാം, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ടോപ്പിക് ഒന്നും അത്ര വലിയ എൻജോയബിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ല. പക്ഷെ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഹാർഡ് മീറ്റ്. പക്ഷെ ഈ ദൈവവചനം the more you understand, the merrier it becomes. ചില വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. മുൻപ് വായിച്ചിട്ടുള്ളതാണെങ്കിലും പക്ഷെ ഇപ്രാവശ്യം വായിച്ചപ്പോൾ എനിക്കത് വെളിപ്പെട്ട് കിട്ടി. The more we understand, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ദൈവവചനത്തിന്. The more we understand, the merrier it becomes. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിടത്തും നമുക്ക് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കരുണ, ദയ, മനസ്സലിവ്, കൃപ, ദൈവത്തിന്റെ മഹാസ്നേഹം നമ്മോട് കാണിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മുടെ കാര്യത്തിൽ, നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മയായിട്ട് ഇവിടെ വന്ന് ഇരിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. എത്ര ദയനീയമായ അവസ്ഥയായിരുന്നായിരിക്കും. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ അതായിരുന്നു. ഇപ്പോ രക്ഷിക്കപ്പെടാതെ ദൈവസഭയുടെ കർത്താവിന്റെ ക്രിസ്തു തലയായ അതിന്റെ ശരീരമായിരിക്കുന്ന സഭയുടെ അംഗമാകാത്തവരുടെ അവസ്ഥ അതാ. അവര് അതിക്രമത്തിലും പാപത്തിലും മരിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു സ്റ്റെപ്പ് എടുക്കണം. അതിനെയാ ഉയരങ്ങളിൽ നിന്നുള്ള ജനനം എന്ന് പറയുന്നത്. ഇതാണ് നിക്കോദേമോസിനോട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പരീശപ്രമാണിയായ നിക്കോദേമോസിനോട് പറയുന്നത്. നിക്കോദേമോസെ, നീ വീണ്ടും ജനിക്കണം. നിക്കോദേമോസിന് മനസ്സിലായില്ലേ? നിക്കോദേമോസ് ചോദിക്കുക, ഹൗ കം റബി, ഹൗ കം ഐ ഗോ of 70 years old, ഞാൻ എങ്ങനെയാ എന്റെ അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയാ, നോ, there is a birth from above. ഉയരങ്ങളിൽ നിന്നുള്ളൊരു ജനനമുണ്ട്. നിക്കോദേമോസിന് എന്തിന്റെ കുഴപ്പമായിരുന്നു? നിക്കോദേമോസ് ഒരു നല്ല പരീക്ഷ പ്രമാണിയായിരുന്നു, മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല.
നിക്കോദേമോസിനെ കുറിച്ചുള്ള ചരിത്ര പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്, നിക്കോദേമോസ് ഒരു റബ്ബി ആയിരുന്നു, ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നിക്കോദേമോസ് അത്ഭുതങ്ങൾ ചെയ്തിരുന്നു, പ്രാർത്ഥിച്ച് വിടുതലുകൾ നൽകിയിരുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ട നിക്കോദേമോസ് പറയുകയാ, നീ ഉയരങ്ങളിൽ നിന്ന് വന്നവനാ. അതാ നിക്കോദേമോസിനെ കർത്താവിന്റെ അടുക്കിലേക്ക് അടുപ്പിച്ച് കൊണ്ടിയില്ല കൊണ്ട് പറ്റുന്ന കാരണം. ഹല്ലേലൂയ. നിക്കോദേമോസിനോട് പറയും, നീ ഉയരങ്ങളിൽ ജനിക്കണം. അപ്പോ കർത്താവ് ഒരു ഇനീഷ്യേറ്റീവ് എന്റെ പ്രിയ മക്കളെ നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളോട്, മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, കർത്താവ് ഒരു സ്റ്റെപ്പ് എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നമുക്കെന്താ വേണ്ടത്? നമുക്ക് അതിനൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് ആ ഭവനത്തിൽ ജനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിനെ എനിക്ക് രക്ഷകനും നാഥനുമായി ഏറ്റെടുക്കണമെന്ന ആഗ്രഹം. ഹല്ലേലൂയ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് ഇത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടുള്ളൂ. കർത്താവ് ദൈവത്തിന്റെ കൃപയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, നമ്മളെ അല്ലെ സഭ എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ആഫ്റ്റർ തോട്ട് അല്ല. ഹല്ലേലൂയ. നമ്മള് അപ്പസ്തോലനും അത് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ആദ്യം തിരഞ്ഞെടുത്തു, പിന്നീട് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം പിഴച്ചുപോയി, ശരിയായില്ല, തെറ്റിപ്പോയി. ഉടനെ അത് മാറ്റി വേറെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെയല്ല. അപ്പസ്തോലന്റെ വ്യക്തമായ ബോധ്യത്തിൽ നിന്ന് പറയുകയാ, എന്റെ പ്രിയരെ, പഴയ നിയമ വിശുദ്ധന്മാരും നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താല, പ്രവൃത്തിയാലല്ല. ഹല്ലേലൂയ. അബ്രഹാമിലേക്ക് നോക്കിക്കേ, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താല. ഹല്ലേലൂയ. ഉടനെ ഒരു പക്ഷേ പ്രവർത്തിയാലല്ല എന്ന് ഞാനത് പറയുന്നത്, ഞാനത് ക്വാളിഫൈ ചെയ്ത് ഫർദറായിട്ട് സംസാരിക്കുന്നില്ല. കാരണം അത് പറയാൻ പോയാൽ നമുക്ക് ടോപ്പിക്ക് മാറിപ്പോകും. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക് വേഗം കടന്നു വരുന്ന ഒരു ചിന്ത, യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെയല്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ സംസാരിക്കുന്നത് കേട്ടു. ഒരു പുരോഹിതൻ സംസാരിക്കുകയാ, ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവര് പറയുന്നത് ചുമ്മാ അങ്ങ് വിശ്വസിച്ചാ മതി, എല്ലാം ശരിയായിക്കോളും. എന്നിട്ട് അച്ഛൻ പറഞ്ഞ അടുത്ത എക്സ്പ്ലനേഷൻ, അപ്പസ്തോലനായ പൗലോസിന് ഇത് മുഴുവനും വെളിപ്പെട്ട് കിട്ടിയില്ല, പക്ഷെ യാക്കോബിന് കിട്ടി. അതുകൊണ്ടാ യാക്കോബ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധിയായി ഉണ്ടാക്കുവാനും. സമൃദ്ധിയായ ജീവൻ എങ്ങനെയാ ഉണ്ടാകുന്നത് എന്ന് യാക്കോബ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെ സങ്കടം തോന്നി, എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞ്. ഹല്ലേലൂയ. വിശ്വാസത്താല എന്ന് പറയുമ്പോ, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. ഈ പഴയ നിയമ വിശുദ്ധന്മാരും നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താല. വിശ്വാസത്താലുള്ള നീതീകരണം അവരുടെ ജീവിതത്തിൽ, പ്രവൃത്തിയാലല്ല. ഹല്ലേലൂയ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫർദർ ആയിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് വിശദീകരിക്കാം. നമ്മൾ അത് സംസാരിക്കാനായിട്ട് പോയാൽ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോകും. ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഉറവിടവും അടിസ്ഥാനവും ഇതെങ്ങനെയാ നാം പ്രാപിക്കുന്നതെന്നുമാ നാം ചിന്തിച്ചു തുടങ്ങിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ? ഓൺ വാട്ട് ഗ്രൗണ്ട് ആണ് ദൈവം നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്നത്? ഹൗ ഡു വി റിസീവ് ഇറ്റ്? നമ്മൾ എങ്ങനെയാ അത് പ്രാപിക്കുന്നത്? ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഒന്ന്, എന്താണ് അതിന്റെ ഉറവിടം? പുസ്തകം പറയുക, നത്തിങ് ബട്ട് ഗോഡ് ആൻഡ് ഹിസ് ഗ്രേസ്. വേറൊന്നുമല്ല അതിന്റെ ഉറവിടം. അതിന്റെ ഉറവിടം ദൈവവും ദൈവത്തിന്റെ കൃപയും. അത് ഞാൻ പറഞ്ഞത്, ദൈവമാ എന്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ദൈവം അല്ലെ, ദൈവം പിതാവ് ആകർഷിക്കാത്തവരാരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല. ഹല്ലേലൂയ. ദൈവം ഉയരങ്ങളിൽ നിന്ന് നമ്മളെ, അതുകൊണ്ടാ ഹല്ലേലൂയ,
യോഹന്നാൻ തന്നെ പറയുക, പക്ഷെ നിങ്ങൾക്ക് അവന്റെ അടുക്കിലേക്ക് വരുവാൻ മനസ്സില്ല. നമുക്ക് എന്താ വേണ്ടത്? എനിക്ക് അവന്റെ അടുക്കിലേക്ക് പോകണമെന്നുള്ളൊരു മനസ്സുണ്ടാവണം, ഒരാഗ്രഹം ഉണ്ടാകണം. അപ്പൊ ദൈവം നമ്മളെ ഇത് രണ്ടും ജോയിൻ ചെയ്താ പോകേണ്ടത്. പിതാവ് ആകർഷിക്കാതെ ആരും വരുന്നില്ല, പക്ഷെ നമുക്കുണ്ടാവേണ്ടത് ഒരാഗ്രഹം. ഹല്ലേലൂയ. ദൈവം നോക്കൂ, ഇവൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. കാരണം നമ്മൾ കണ്ടു റോമാലേഖനം 8:28 പറഞ്ഞത്, അവൻ അനേക പുത്രന്മാരിൽ ആദ്യജാതനാകണം. അതിനാൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നാം അവനെ പോലെ ആവണം, അവന്റെ പ്രതിമയായി മാറണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവായിട്ട് അവനെ പോലെ ആവണം. അതാ ദൈവത്തിന്റെ പ്ലാൻ നമ്മളെ കുറിച്ചുള്ളത്. ഹല്ലേലൂയ. ഏകജാതനായിരുന്നവനെ ആദ്യജാതനാക്കണം. അനേക പുത്രിമാരിൽ ഹല്ലേലൂയ അവൻ ആദ്യജാതനാവണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ സോഴ്സ് ദൈവമാണ്, ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളുടെ ഒരു അല്പം അൺഡിവൈഡഡ് ആയിട്ടുള്ള അറ്റൻഷൻ എനിക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട്, ഓൺ വാട്ട് ഗ്രൗണ്ട്? ഇതിന്റെ അടിസ്ഥാനം എന്താ? നമ്മൾ അതാ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനം കാൽവരി ക്രൂശ. അപ്പോസ്തലനെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം പഠിപ്പിക്കുന്നത്, എ സിന്നർ ഇസ് എ പേഴ്സൺ ഹു ഡിസേർവ്സ് ഓൺലി ഡെത്ത്. അല്ലെ? ഹി ഹു ഈസ് സിൻ, അല്ലെങ്കിൽ പാപം ചെയ്ത ദേഹി മരിക്കണം. അതാ നിയമം. ഹല്ലേലൂയ. നമ്മൾ അതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചിരുന്നു. അതാ the very nature of God. അതാ He will never leave a sinner, an offender unpunished. അങ്ങനെയാണ് അതിനെ പഠിപ്പിക്കുന്നത്. He will never ever leave an offender unpunished. പാപം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ പാപം ചെയ്തവനെ ശിക്ഷിക്കാതെ അവൻ വിടുകയില്ല. ഹല്ലേലൂയ. എങ്ങനെയാ ഈ അൺഗോഡ്ലി ആയിട്ടുള്ള പാപിയായ മനുഷ്യനെ നീതിമാനായ വിശുദ്ധനായ ദൈവം, റൈച്ചസ് ആയിട്ടുള്ള ദൈവം എങ്ങനെയാ നീതീകരിക്കുന്ന അപ്പസ്തോലനെ? ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കൻ ഓർ യു ആർ നോട്ട്. അല്ലെങ്കിൽ അപ്പസ്തോലനെ അങ്ങയുടെ തിയറിയില് കൺസിസ്റ്റന്റ് അല്ല. അങ്ങ് നേരത്തെ പറഞ്ഞു ദൈവം നീതിമാനാ. ഹല്ലേലൂയ. ഹി ഈസ് എ റൈച്ചസ് ഗോഡ്. പിന്നെ എങ്ങനെയാ ഇവിടെ ഈ 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് വന്നപ്പോ അഭക്തനെ നീതീകരിക്കുന്നു, പാപിയായവനെ ദൈവം നീതീകരിക്കുന്നു എന്ന് അങ്ങ് എങ്ങനെയാ പറയുന്നത്? ഓൺ വാട്ട് ഗ്രൗണ്ട് അപ്പസ്തോലനെ? ഹല്ലേലൂയ. പാപത്തെ സന്ധി ചെയ്യാതെയും ദൈവത്തിന്റെ വിശുദ്ധിയെ കോംപ്രമൈസ് ചെയ്യാതെയും എങ്ങനെയാ നാം നീതീകരിക്കപ്പെട്ടത്? 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ആൻസർ 5:6 നാം വായിക്കുന്നുണ്ട്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അതിന്റെ അടിസ്ഥാനം ഇതാ. ഓൺ വാട്ട് ഗ്രൗണ്ട്? ഇഫ് യു ആസ്ക് മീ, the ground that God, Jesus Christ, died for the ungodly. അഭക്തർക്കു വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യന്റെ കോപത്തിന്, മനുഷ്യന്റെ അനീതിക്കും അഭക്തിക്കുമെതിരെ ദൈവത്തിന്റെ കോപം വരുന്നു. ദൈവത്തിന്റെ ഈ കോപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തന്നെ തന്റെ സ്വപുത്രനെ കാൽവരിയിൽ തകർത്ത് നമ്മെ നീതീകരിക്കുന്നു. ഞാനത് അല്പം കൂടെ ഒന്ന് വിശദമാക്കണം എന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. അഭക്തനെ നീതീകരിക്കുന്നു. ഒരു ഇമാജിനേഷൻ ഞാൻ നിങ്ങളോട് പറയാം. മക്കൾക്കറിയാവോ ബറബ്ബാസിനെ? അറിയോ ബറബ്ബാസ്? ഡു യു നോ ബറബ്ബാസ്? ഇല്ല. ജീസസിന് പകരം
സെറ്റ് ഫ്രീ ആക്കി സ്വതന്ത്രരാക്കാൻ പെട്ട ബറാബാസ് എന്ന കുറ്റവാളി അറിയോ? ബറാബാസിനെ കുറിച്ചുള്ള ഒരു ഇമാജിനേഷൻ വായിച്ചത് പറഞ്ഞത് ഞാൻ കേട്ടു. ഈ ബറാബാസ് വാസ് ഇൻ പ്രിസൺ ബിക്കോസ് ദർ വാസ് ആൻ ഇൻസറക്ഷൻ ഇൻ ജെറൂസലേം. യെറൂസലേമില് ഈ കർത്താവിന്റെ ക്രൂശീകരണ ആഴ്ചയുടെ 1-2 ആഴ്ചയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുൻപ് യെറൂസലേമിൽ ഉണ്ടായ ഒരു കലഹത്തിൽ പിടിക്കപ്പെട്ട, അങ്ങനെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, കലഹത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ബറാബാസ്. ബറാബാസ് വാസ് സിനർ, അല്ലെങ്കിൽ അവനൊരു കുറ്റം ചെയ്തവനാണ്, അവനൊരു കുറ്റവാളിയാണ്, അവൻ ശിക്ഷയ്ക്ക് അർഹനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കലഹത്തിൽ പിടിക്കപ്പെട്ട ശിക്ഷ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബറാബാസ്. നമുക്ക് ബറാബാസിനെ കുറിച്ച് അറിയാം. ബറാബാസിനെ വെറുതെ വിട്ടു. എന്നാൽ ഈ ബറാബാസ്, നിങ്ങളൊന്ന് ഇമാജിൻ, ഈ ബറാബാസ് ക്രൂശീകരണ ദിവസം താനിങ്ങനെ ജെറൂസലേമിന്റെ വഴികളിൽ കൂടെ നടക്കുമ്പോൾ അങ്ങ് ദൂരെ അകലെയായിട്ട് ഒരു വലിയ ആൾക്കൂട്ടവും ഭയങ്കര ഒച്ചയും ബഹളവും കരച്ചിലൊക്കെ കേൾക്കാം. ബറാബാസ് എന്താണെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ തലയിൽ മുൾമുടി വെച്ച് ശരീരമാസകലം രക്തത്താൽ നിറഞ്ഞ് മുറിവിനാൽ നിറഞ്ഞ് ഒരു ക്രൂശും ചുമക്കുന്നില്ല, വലിച്ചോണ്ട് പോവുകയാണ്. ഈ മനുഷ്യൻ വയാ ഡോളാറുസ എന്ന് പറയുന്ന വിലാപ വഴിയിൽ കൂടി കാൽവരിയിലേക്ക് നടന്നു പോവുക. പടയാളികൾ അടിക്കുന്നു, വീഴുന്നു, എഴുന്നേൽക്കുന്നു. അങ്ങനെ കുറെ ചെന്നപ്പോൾ ഒരു കറുത്ത പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ വയലിൽ നിന്ന് വരുന്ന ഒരു കുറേനക്കാരനായ മനുഷ്യൻ വരുന്നത് കണ്ട് അവന്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ടേക്ക് ദ ക്രോസ്, അവനോട് ക്രൂശ് നോക്കാൻ പറയുക. നോ വേ ബട്ട് ടേക്ക് ദ ക്രോസ്. ഇത് ഈ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടോ കർത്താവിനോടുള്ള ദയ കൊണ്ടോ കരുണ കൊണ്ടോ ഒന്നുമല്ല. കാരണം കർത്താവിന്, യേശുവിന് എത്രത്തോളം ആ വേദനയുടെ മാക്സിമം കൊടുക്കാവോ അത് മുഴുവനും കൊടുക്കണം. അതുകൊണ്ടാ അവനെ കൊണ്ട് ക്രൂശ് എടുപ്പിച്ചത്. അതായത് കൈകളിലും കാലുകളിലും ആണി നിറച്ച് തൂങ്ങിക്കിടന്ന് ചങ്ക് പറഞ്ഞ് തന്നെ ചാവണം. അല്ലാതെ കർത്താവിനോട്, യേശുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ക്രൂശ് എടുക്കാനായിട്ട് സഹായിക്കുന്നത്. അങ്ങനെ ബറാബാസ് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. ചെന്ന് കാൽവരിയിൽ ചെല്ലുന്നു. കാൽവരിയില് കർത്താവിനെ 2 കള്ളന്മാരുടെ നടുവില് തൂക്കുന്നത് കാണുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഈ കാൽവരിയിൽ തൂങ്ങപ്പെട്ട കുരിശുകളെ നോക്കുമ്പോൾ ബറാബാസ് ചിന്തിക്കുക, ഇടത്തും വലത്തും കിടക്കുന്ന കള്ളന്മാർ അവര് കുറ്റം ചെയ്തവരാ, അവര് ശിക്ഷക്കാണ്. പക്ഷെ ആ നടുക്ക് കിടക്കുന്നവനോ, ഒരുപക്ഷെ ഞാൻ ആയിരിക്കാമായിരുന്നു ഇന്ന് ആ കാൽവരിയിൽ തൂങ്ങപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ എനിക്കു പകരം ഹല്ലേലൂയ നിരപരാധിയായ നിഷ്കളങ്കമായ ഒരു രക്തം തൂങ്ങി ഞാൻ സ്വതന്ത്രനായി. അഭക്തനെ എങ്ങനെ നീതീകരിക്കും? ഇങ്ങനെയാണ്, ഞാൻ സ്വതന്ത്രനായി, എനിക്ക് പകരം നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം തൂങ്ങി. എങ്ങനെയാ അഭക്തനെ ഈ ദൈവം നീതീകരിക്കുന്നത്? ലുക്ക് അറ്റ് ദ ക്രോസ്. ഹല്ലേലൂയ. ലുക്ക് അറ്റ് ദ ക്രോസ്. ഇങ്ങനെയാ അഭക്തനെ നീതീകരിക്കുന്നത്. ഞാൻ മരിക്കേണ്ടിയിരുന്നിടത്ത്, ഞാൻ പാപത്തിന്റെ ഫലമാകുന്ന മരണം ഞാൻ സ്വീകരിക്കേണ്ടിയിരുന്നിടത്ത് എനിക്കു പകരം കാൽവരിയിൽ കർത്താവ് യാഗമാക്കപ്പെട്ടു. ലുക്ക് അറ്റ് ദാറ്റ്. അഭക്തനെ എങ്ങനെ നീതീകരിക്കും? എങ്ങനെ നീതീകരിക്കും? ഒരു പാട്ടുണ്ട്, കാട്ടുചെന്നായി കൂട്ടമായോ ആടിനെ
പീഡിച്ചപ്പോൾ കാട്ടുചെന്നായി കൂട്ടമായോ ആടിനെ പീഡിച്ചപ്പോൾ കൂട്ടമായി ദുഷ്ടരടിച്ച രക്തമേ കൂട്ടമായി ദുഷ്ടരടിച്ച രക്തമേ Thank you, Lord. Hallelujah. മന്നവൻ തീരുതല ഉള്ളിലും പുറത്തുമായി പാഞ്ഞ ഉള്ളിലും പുറത്തുമായി പാഞ്ഞ സർവപാപ കരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ സർവപാപ ചൊരിഞ്ഞ ഒരു കൂട്ടൻ കാട്ടുചെന്നായ്ക്കൾ ഒരു ആടിനെ വട്ടമിട്ട് പിടിക്കുന്നത് പോലെ കർത്താവിനെ അവർ പിടിച്ചു വലം വെച്ചു. ഹല്ലേലൂയ. എന്തിനാ? അഭക്തരായി എന്നെ നീതീകരിക്കാൻ. എന്തിനാ? അഭക്തരായ നിങ്ങളെ നീതീകരിക്കാൻ. ലുക്ക് അറ്റ് ദ ക്രോസ്. അതാ പോൾ പറയുന്നത്. On what ground? The ground is the cross. അഭക്തനെ നീതീകരിക്കുന്നു. എന്റെ പ്രിയരെ, ക്രൂശിൽ ഇതാ നടന്നത്. ഈ ക്രൂശിന്റെ പേരിൽ വേറെ എന്ത് സംസാരിച്ചാലും അതല്ല ഗുഡ് ന്യൂസ്. ഇതാ ഗുഡ് ന്യൂസ്. എന്താ ഗുഡ് ന്യൂസ്? അഭക്തനെ നീതീകരിക്കുന്നു. എപ്രകാരം? കാൽവരിയിൽ എന്റെ അപ്പൻ എനിക്ക് പകരം യാഗമാക്കപ്പെട്ടു. ഹല്ലേലൂയ. തുടർന്ന് 24-25 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ ഈ രക്ഷണ്യ വേല, നമ്മൾ ഈ ഭാഗം, ഈ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ട കർത്താവിന്റെ ആ രക്ഷണ്യ പ്രവൃത്തിയെ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കുകയാണ്. അതിനായിട്ട് 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. ആദ്യം നമ്മൾ കാണുന്ന ഒരു വാക്കാണ്, ക്രൂശിൽ നടന്ന ഒരു കാര്യം ആ വാക്യത്തിലൂടെ കാണുന്നത്. ഒന്ന്, വീണ്ടെടുപ്പ്. എന്താ വീണ്ടെടുപ്പ്? റിഡംഷൻ. ക്രൂശിൽ എന്താ സംഭവിച്ചത്? വീണ്ടെടുപ്പ്, റിഡംഷൻ. 24-ാം വാക്യത്തിൽ. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ബൈബിൾ പറയുക, പ്രായശ്ചിത്തം എന്ന് വെച്ചാൽ അറ്റോൺമെന്റ് അല്ലെങ്കിൽ പ്രൊപ്പീസിയേഷൻ. പ്രായശ്ചിത്തം. ഹല്ലേലൂയ. അറ്റോൺമെന്റ്. ഹല്ലേലൂയ. രണ്ടാമത്, ക്രൂശിൽ എന്താ കാണുന്നത്? പ്രായശ്ചിത്തം, പ്രൊപ്പീസിയേഷൻ. 25-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നാം വായിക്കുമ്പോൾ, പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവൻ തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുവാൻ തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹിസ് റൈച്ചസ്നെസ്. നീതിയുടെ പ്രദർശനമാ ക്രൂശ്. ക്രൂശ് പാപിയുടെ വീണ്ടെടുപ്പാ. ക്രൂശ് പ്രൊപ്പീസിയേഷനാ, പ്രായശ്ചിത്തമാ. ഈ കർത്താവിന്റെ മരണം ഹല്ലേലൂയ ഒരു പ്രായശ്ചിത്ത യാഗമാ, ഒരു പ്രൊപ്പീസിയേഷനാ. മൂന്നാമത് കാണുകയാ, ഡെമോൺസ്ട്രേഷൻ ഓഫ്
ഹിസ് റൈച്ചസ്നെസ്. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങളാ കാൽവരി കുരിശിൽ നമ്മൾ കാണുന്നത്. നമ്മൾ അതൊന്ന് അല്പം വിശദമാക്കാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഈ ടോക്കൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളെ, പക്ഷെ ഇതെന്റെ പേര്, ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഇതൊക്കെ ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ആനന്ദം അത് അനുഭവിച്ച് ഉള്ളവർക്ക് അറിയാൻ പറ്റും. കാൽവരിയിൽ കർത്താവ് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, there is a redemption of sinners, there is a propitiation of God's wrath. ദൈവത്തിന്റെ ക്രോധത്തിന്റെ ശമനം, and there is a demonstration of his justice. പാപികളായ നമ്മുടെ വീണ്ടെടുപ്പ്, ദൈവത്തിന്റെ കോപത്തിന്റെ ശമനം, ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു. ഈ 3 കാര്യങ്ങളാ കാൽവരിയിൽ നാം കാണുന്നത്. നമ്മൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം മാത്രമേ ഒന്ന് ചിന്തിക്കുവാനായിട്ട് സമയമുള്ളൂ. ഒന്ന്, റിഡംഷൻ, വീണ്ടെടുപ്പ്. ഈ വീണ്ടെടുപ്പ് എന്ന വാക്ക്, എന്ന പദം പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ പല നിലകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിലെ വ്യക്തികളുടെ, ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വ്യക്തി അവന്റെ ദാരിദ്ര്യം മൂലം, ഒരു ഇസ്രായേൽ പൗരൻ അവന്റെ ദാരിദ്ര്യം മൂലം, അവന്റെ പട്ടിണി മൂലം അവൻ മറ്റൊരു വ്യക്തിക്ക്, ഇസ്രായേൽ ജനതത്തിന് പുറത്തുള്ള ഒരു വ്യക്തിക്ക് അടിമയായി വിൽക്കപ്പെട്ടാൽ ജീവിക്കാനുള്ള വകയില്ല, അവന് ദാരിദ്ര്യം പട്ടിണി കൊണ്ട് അങ്ങനെ വിൽക്കപ്പെട്ടു പോയാൽ, ഹല്ലേലൂയ, അവനെ സ്വതന്ത്രനാക്കി വിടുവാനായിട്ട് നാം ആ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് ലേവ്യ പുസ്തകം 25-ാം അധ്യായം 47-ാം വാക്യത്തിൽ വായിക്കുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. എങ്ങനെയാ അവനെ സ്വതന്ത്രനാക്കി വിടുമ്പോൾ നാം പാലിക്കേണ്ട, അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചാണ് ലേവ്യ പുസ്തകം 25-ാം അധ്യായം 47-ാം വാക്യത്തിൽ മുതൽ വായിക്കുന്നു. വായിച്ചാലോടും. നിന്നോടുകൂടെയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകുകയും അവന്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായിട്ട് തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യന്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റ ശേഷം അവനെ വീണ്ടെടുക്കാം. അവന്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം. അവന്റെ പിതൃവേന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം. അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തൻ അവനെ വീണ്ടെടുക്കാം. അവന് പ്രാപ്തിയുണ്ടെങ്കിൽ തന്നെത്താൻ വീണ്ടെടുക്കാം. അവൻ തന്നെ വിറ്റ സംവത്സരം മുതൽ യോബേൽ സംവത്സരം വരെയുള്ള കാലക്കണക്ക് തന്നെ വാങ്ങിയവരുമായി കൂട്ടി നോക്കണം. അവന്റെ വില സംവത്സര സംഖ്യക്കൊത്തവണ്ണമായിരിക്കണം. അവനൊരു കൂലിക്കാരന്റെ കാലത്തിനൊത്തവണ്ണം അവന്റെ അടുക്കൽ മതി. ഇവിടെ യോബേൽ സംവത്സരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അടിമയായി ഒരുത്തൻ വിൽക്കപ്പെട്ടു പോയാൽ അവനെ വീണ്ടെടുക്കുന്നതിന്, അവനെ റിഡീം ചെയ്യേണ്ടതിനായിട്ടുള്ള നിയമങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ യജമാനന് യോവേൽ സംവത്സരം എന്ന് വെച്ചാൽ 50th ഇയർ, 50 വർഷം വരെയുള്ള ആ അടിമ ആ യജമാന്റെ കൂടെ നിന്നാൽ എത്രത്തോളം ഈ അടിമയെ കൊണ്ട് യജമാനന് പ്രയോജനമുണ്ടാകുമോ അത്രത്തോളം പൈസ ഇവന്റെ സഹോദരനോ ആരൊക്കെയാണെന്ന് വായിച്ചല്ലോ കൊടുത്ത്, യജമാനന് കൊടുത്ത് വീണ്ടെടുക്കാം. അവന് തന്നെ വീണ്ടെടുക്കാമായിരുന്നെങ്കിൽ അവൻ വിറ്റുപോകത്തില്ലായിരുന്നല്ലോ. അവന് തന്നെ വീണ്ടെടുക്കാൻ പറ്റാതിരിക്കുന്ന അവസരത്തിൽ അവന്റെ സഹോദരനോ ചാർച്ചക്കാരനോ ആ വീണ്ടെടുപ്പ് വില എത്രത്തോളമാ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനും കൊടുത്ത് ഈ അടിമയാക്കപ്പെട്ടു പോയ സഹോദരനെ വീണ്ടെടുക്കുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ വീണ്ടെടുപ്പിനെ കുറിച്ച് കാണുന്നുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യത്തിലും വീണ്ടെടുപ്പിനെ കുറിച്ച് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 15-ന്റെ 13-ാം വാക്യം.
നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുപോകും. നീ വീണ്ടെടുത്ത ജനത്തെ, അത് ഇസ്രായേലിനോട് മൊത്തമായിട്ടുള്ള കാര്യത്തിലാണ് സംസാരിക്കുന്നത്. ഇസ്രായേൽ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തു കൊണ്ടുവന്നതിനെ കുറിച്ച് അവിടെ പറയും. നീ വീണ്ടെടുത്ത ജനത്തെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് നമ്മളിത് കാണുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിന്റെ നിർമ്മിതമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ വേർപിരിച്ചു. ഇവിടെ ഇസ്രായേൽ ബാബിലോണിലേക്ക് പ്രവാസികളായി പോയിട്ട് അവിടുന്ന് ദൈവം വീണ്ടെടുത്ത് കൊണ്ടുവരുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് യെശയ്യാവിന്റെ പ്രവചനത്തിൽ. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്റെ പ്രിയരെ, അടിമയാക്കപ്പെട്ട പ്രവാസത്തിലേക്ക് പോയ ഒരു അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് ദൈവം പറയുന്നു. വീണ്ടെടുപ്പ്, വില കൊടുത്തു വീണ്ടെടുത്തു. നമ്മളോടുള്ള ബന്ധത്തിൽ നാം പാപത്തിന്റെ, പിശാചിന്റെ അടിമകളായിരുന്നു പ്രിയരെ. നമ്മളൊരു പ്രവാസ ജീവിതത്തിലായിരുന്നു. അവിടുന്ന് ആ അടിമത്വത്തിൽ നിന്ന് മരിച്ചവരായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം തന്റെ പുത്രന് മുഴുവൻ വീണ്ടെടുപ്പ് വിലയും കൊടുത്ത് നമ്മെ രക്ഷിച്ചത്. ആർക്ക് വീണ്ടെടുപ്പ് കൊല കൊടുത്തു എന്നുള്ളതെന്ന് ഇങ്ങനെ ആർക്കാണ് ദൈവം കൊടുത്തത്? പണ്ടൊരു പുള്ളി പറഞ്ഞ പിശാച് ഇങ്ങനെ നിൽക്കുക. പഴയ നിയമത്തില് ആട്ടുകൊറ്റന്മാരുടെ ഒക്കെ രക്തം കുടിച്ചു, എന്നിട്ട് മതിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവസാനം ദൈവത്തിൽ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം. ഇപ്പൊ സംതൃപ്തിയായി, ഇനി എനിക്ക് വേറെ വഴിയില്ല, ഇവരെ വിട്ടു. അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ ചിന്തിക്കാന്ന്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിക്കും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 20-ന്റെ 28-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ, എന്റെ പ്രിയരെ, നമുക്ക് പകരം തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ക്രൂശിലേക്ക് നോക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടത്, എനിക്ക് പകരം കർത്താവ് വീണ്ടെടുപ്പ് വില കൊടുത്ത്. പഴയ നിയമത്തിൽ കണ്ടില്ലേ എങ്ങനെയാ വീണ്ടെടുപ്പ് വില കൊടുത്തെന്നുള്ളത്? ഇവിടെ എനിക്ക് എന്നെ തന്നെ രക്ഷിപ്പാൻ കഴിയാതിരുന്ന എന്തിന്റെ കയ്യിൽ നിന്നാ? പാപത്തിന്റെ കയ്യിൽ നിന്ന്. എന്റെ പ്രിയരെ, ഈ ക്രൂശ് നമ്മുടെ ഇന്ന് കണ്ട് നാളെ തീരുന്ന ലോകത്തിൽ ഉള്ള എന്തിന്റെയെങ്കിലും പരിഹാരമായിട്ടല്ല, ഈ ലോകത്തിൽ നേടുന്ന ഒന്നിന്റെയും പരിഹാരമായിട്ടല്ല. അതിനാണ് കാൽവരിയിൽ കർത്താവ് തൂങ്ങപ്പെട്ടതെന്ന് ആരെങ്കിലും പറഞ്ഞു? എന്റെ പ്രിയരെ, അങ്ങനെയല്ല. നിങ്ങൾ നോക്ക്, എനിക്ക് കൊടുക്കാൻ പറ്റാത്ത ഒന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ വില. ഹല്ലേലൂയ. അതാ കാൽവരിയിൽ നടന്നത്. എന്താ കാൽവരിയിൽ നടന്നത്? എനിക്ക് പകരം എന്റെ പാപത്തിന്റെ വിലയായി തൂങ്ങപ്പെട്ട് എനിക്ക് പകരം എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. That is what happened. ഹല്ലേലൂയ. കാൽവരിയെ, കർത്താവിന്റെ ക്രൂശ് മരണത്തെ, എന്റെ പ്രിയരെ, എന്റെ പാപത്തിന്റെ പരിഹാര ബലിയ. എന്റെ ഈ ജീവിതത്തില് എന്റെ വിസാര പ്രശ്നമോ അല്ലെങ്കിൽ എന്റെ ജോലിയുടെ പ്രശ്നമോ ഇതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ എന്റെ കർത്താവ് മത്തായി 11:28 വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദിസ് ഈസ് ഹിസ് പ്രോമിസ്, മൈ ഡിയർ. ദിസ് ഈസ് ഹിസ് പ്രോമിസ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. നമ്മളാ വാക്ക് മാറുന്നവര്. അവനൊരിക്കലും വാക്ക് മാറില്ല. അവൻ ആശ്വസിപ്പിക്കുന്ന ഒന്നിനെ ആശ്വസിപ്പിച്ചിരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, എന്താ നന്മ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എന്റെ കർത്താവിനറിയാം. എന്നെ വിളിച്ച കർത്താവിനറിയാം എന്റെ ജീവിതത്തിൽ നന്മ എന്താണെന്നുള്ളത്. എന്റെ പ്രിയരെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് 70-80 വർഷം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് സുഖിച്ചങ്ങ് പോകാൻ. അതിനുശേഷം ഇരിക്കുന്ന ആ പ്രത്യാശയെ, ആ സന്തോഷത്തെ നീ കണ്ടിട്ടില്ല, പക്ഷെ കർത്താവിനറിയാം. അതുകൊണ്ടാ പറയുന്നത് അതാ ഇമ്പോർട്ടന്റ് എന്ന്. കർത്താവിനറിയാം. അധ്വാനിക്കുന്നവരും ഭാരം എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. എന്നാ ചെയ്യുന്ന ആശ്വാസം കിട്ടുന്നേ? എന്റെ നുക ഏക്കണം. അവിടെയാ പ്രോബ്ലം. എന്റെ നുകം ഏറ്റ് കൊണ്ടാൽ, അങ്ങനെയല്ലേ, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിച്ചാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്. പക്ഷെ കർത്താവ് എന്റെ മുഖം മൃദുവും ചുടല. അവന്റെ മുഖം പോലെയല്ല. അവൻ ഹി വാസ് ലൈക്ക് എ ടാസ്ക് മാസ്റ്റർ. പക്ഷെ അവിടെ കർത്താവ് അങ്ങനെയല്ല. ഈ മുഖം വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ മുഖം ചുമക്കാനുള്ള റിസോഴ്സ് കർത്താവില്ല. അതാ അവന്റെ കൃപ. ഹല്ലേലൂയ. അവന്റെ കൃപ എപ്പോഴും വ്യാപരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ പ്രിയരെ, കർത്താവിന്റെ കൃപയെ അനുഭവിക്കാതെ ഒരാരും എന്റെ ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. അവന്റെ മുഖം ഏറ്റാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇപ്പോഴത്തെ പഠിപ്പീരുണ്ടേ, ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ തെമ്മാടിക്കും തെക്ക് തെടിക്കും എവിടെ കിടക്കാം? ടീക്കൂട്ടില്. ടീക്കൂട്ട്, തെക്കടി വെച്ച ടീക്കൂട്ട്. തെമ്മാടി എന്ന് വെച്ചാൽ എന്താ അല്ലേ എന്ന് പറയും. കാരണം എന്നാ, തെക്കടി ആരുടെയാ? സർക്കാരിന്റെ. ആർക്കും എടുക്കുകയില്ല, പേടിച്ചിട്ട് ആരും എടുക്കത്തില്ല. ഇന്നത്തെ ചില പ്രസംഗങ്ങൾ എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ ആയുസ് തീരുന്നതിന് മുൻപേ ഹാർട്ട് അറ്റാക്ക് ഇട്ട്, കൊളസ്ട്രോൾ ഇട്ട്, പ്രഷർ ഇട്ട്, ഷുഗർ ഇട്ട് നിങ്ങളുടെ ആ ആയുസിനെ മുൻപേ പിടിച്ചു കൊണ്ടുപോകുന്നതിനെതിരെ. എന്താ അട്ടർ ഫൂളിഷ്നെസ് അല്ലേ? എന്താ സ്റ്റുപ്പിഡിറ്റി പറയുന്നത്? സജീവൻ ബ്രദർ രക്ഷിക്കപ്പെട്ടതല്ലേ? കർത്താവ് തന്റെ തിരുരക്തം കൊടുത്ത് വീണ്ടെടുത്തതല്ലേ? ചുമ്മാ പിശാചിന് പന്തിട്ട് തട്ടാനായിട്ട് ദൈവം ഇട്ടുകൊടുക്കോ? സർക്കാരിന്റെ തേക്കടി എടുക്കാൻ മനുഷ്യന് ഭയമാണെങ്കിൽ സർവശക്തനായ ദൈവം കാൽവരി രക്തം ചൊരിഞ്ഞ് വീണ്ടെടുത്തതല്ലേ? ഒരിക്കലും കൊടുക്കില്ല. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് അവൻ നിന്റെ നന്മയ്ക്കായിട്ടാ പ്രിയരെ. നമുക്കെന്താണ് മനസ്സിലാകാത്തത്? എന്നെ വീണ്ടെടുത്ത ദൈവമാ. എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങനെ പന്ത് തട്ടാനൊന്നും ഇട്ട് കൊടുക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഈ സ്വർണ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ, ആഭരണമൊക്കെ വാങ്ങിക്കുമ്പോൾ 1,00,000 രൂപയുടെ ഒരു ആഭരണം വാങ്ങിച്ചു നോക്കും. ഒരു സ്വർണ്ണക്കടയിൽ ചെന്ന് നമ്മൾ ആഭരണം വാങ്ങിക്കുന്നതിന് മുമ്പ് ആ ജ്വല്ലറി നിൽക്കുന്ന പുള്ളി അതിനകത്ത് അങ്ങോട്ടിടും ഇങ്ങോട്ടിടും ഒക്കെ ചെയ്യും. നമ്മൾ കൂളായിട്ട് നിൽക്കും. ഇത് 1,00,000 രൂപ കൊടുത്ത് ബില്ല് ചെയ്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറ്റുന്നു, ഒരു ചെറുപ്പ് കൊളുത്ത് വിട്ടുപോയി, നമ്മളത് വിളക്കാനായിട്ട് ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് ചെല്ലും, തട്ടാൻ്റെ ഒക്കെ ചെല്ലും. തട്ടാന്റെ കയ്യിൽ ഞാൻ 1,00,000 രൂപ കൊടുത്ത് വാങ്ങിയ ആഭരണം കൊടുത്തിട്ട് തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽക്കുന്ന നമ്മളിങ്ങനെ നോക്കിയിരിക്കും എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന്. എന്റെ പ്രിയരെ, അങ്ങനെയാണെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ പറയും, നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊടുത്ത് എന്നെയും നിങ്ങളെയും ദൈവം വീണ്ടെടുത്ത് ദൈവ മക്കളാക്കിയെങ്കിൽ ദൈവം 24/7 സർവൈലൻസിലാണ്. നമ്മളെന്താ മനസ്സിലാക്കാത്ത? കർത്താവ് നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. അവന്റെ മക്കളാകാം. നമുക്ക് ആ ഒരു ഉറപ്പുണ്ടാകണം പ്രിയരെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നിർദോഷവും ഈ അപ്പസ്തോല പ്രവർത്തികളില് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് യേശുവിന്റെ രക്തം എന്നല്ല. അവിടെ ഒരു വാക്യം നിങ്ങൾ വായിച്ചു കൊണ്ടോ? നിങ്ങൾ നിർത്തിയത് ഈ അപ്പസ്തോല പ്രവർത്തികൾ 20-ാം അധ്യായം 28-ാം വാക്യം. ആ 20-ാം അധ്യായത്തിന്റെ എത്രാം വാക്യം സിസ്റ്റർ? 20-ന്റെ 28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. ദൈവം പറയുക, ദൈവത്തിന്റെ രക്തം ഒഴുക്കി സമ്പാദിച്ച സഭയാ. ഹല്ലേലൂയ. ദൈവം തന്റെ സ്വന്തം രക്തം ഒഴുക്കി സമ്പാദിച്ചിരിക്കുന്നതാ. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുത്തതാ. എന്റെ പ്രിയരെ, നാം മറന്നു പോകല്ലേ. ഹല്ലേലൂയ. നമ്മളെ ഒരു സ്ലേവറിയിൽ നിന്ന് വിടുവിച്ച് മറ്റൊരു സ്ലേവറിയിലാക്കി. ഇവിടെയാ പ്രശ്നം പറ്റുന്നത് നമുക്ക് വിശ്വാസം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്നാ? ഞാൻ ഡുലോസാന്ന് പറയുന്നത്. അവന്റെ അടിമയാ. ഐ എം ഡുലോസ്. ഹല്ലേലൂയ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാ പിന്നെ നമ്മളൊന്നുമില്ലാതെ ചുമ്മാതെ അങ്ങ് പോയെന്നാണ് പറയുന്നത്. ഞാനൊരു ഒരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ആ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. ഇതെന്താ കാൽവരിയിൽ സംഭവിച്ചെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മളെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ക്രിസ്തുവിൻ, അതാ ഞാൻ മത്തായി വായിച്ചത്, അവന്റെ മുഖത്തിന്റെ കീഴിലേക്കാക്കി. പണ്ട് ഈജിപ്ഷ്യൻ ചന്തകളില് മനുഷ്യരെ കൊണ്ടുവന്ന് വിൽക്കും. അപ്പോ ഇതുപോലെ ഒരു ചന്തയില് ഒരു വ്യാപാരി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി വിൽക്കാനായിട്ട്. അപ്പൊ പലരും വന്ന് പെൺകുട്ടിക്ക് വില പറഞ്ഞു. പക്ഷെ ഈ വ്യാപാരി ഇട്ട വില ഭയങ്കര ഹൈയാ, വളരെ വലിയ വിലയാ. പലരും വന്ന് കൈയും കാലും മുഖമൊക്കെ പിടിച്ചു നോക്കും, ത്വക്കലൊക്കെ പിടിച്ചു നോക്കും, ത്വക്കില് സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ളതാണോ എന്നൊക്കെ നോക്കിയാ കൊണ്ടുപോകുന്ന. ഹല്ലേലൂയ. അങ്ങനെയാ അവര് വാങ്ങിച്ചോണ്ട് പോകുന്നത്. പലരും വന്ന് കണ്ടു, പക്ഷെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, പക്ഷെ വില കൊണ്ട് വെക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഹൈയാണ്. രാവിലെ ആയി, ഉച്ചയായി, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീണ്ടും കെട്ടപ്പെട്ട ചങ്ങലയായിട്ടാണ് വരുന്നത്. തിരിച്ച് അങ്ങനെ അവരങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോകും. പിന്നെ അടുത്ത ദിവസം വരും. വൈകുന്നേരമായിട്ടും ഈ പെൺകുട്ടിയെ ആരും വാങ്ങിക്കാൻ വന്നില്ല. അപ്പം ഈ വ്യാപാരി ഇവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ ദൂരെ നിന്നൊരു കാർട്ട്, ഒരു കുതിരവണ്ടി വരുന്നു. ആ കുതിരവണ്ടിയിൽ നിന്ന് ഒരു വ്യക്തി ഇറങ്ങിയിട്ട് ഈ പെൺകുട്ടിയെ കണ്ട് പെൺകുട്ടി ഇഷ്ടപ്പെട്ടു. ആ വ്യാപാരി പറഞ്ഞ മുഴുവൻ വിലയും കൊടുത്ത് പെൺകുട്ടിയെ ആ വ്യക്തി വാങ്ങി തന്റെ കുതിരവണ്ടിയുടെ പുറകിലത്തെ ഡോർ തുറന്ന് അതിനകത്ത് അവളെ ഇരുത്തി ഡോർ അടച്ച് യാത്ര പോവുക. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വ്യാപാരി കുതിരവണ്ടി അങ്ങ് നിർത്തി. ഈ പെൺകുട്ടി സാധാരണ വീട്ടിൽ കൊണ്ടേ പിന്നെ നിർത്തുള്ളൂ. നിർത്തി ഇയാൾ ഇറങ്ങി പുറകിലത്തെ ഡോറ് തുറന്ന് ഈ പെൺകുട്ടിയെ പുറത്താക്കിയിട്ട് അവളുടെ ചങ്ങലകളൊക്കെ അഴിച്ചു. ഇവക്ക് ഭയങ്കര ആശ്ചര്യം, ഇതെന്താ ഇങ്ങനെ നടക്കുന്ന, ഇങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. ചങ്ങലകളൊക്കെ അഴിച്ചിട്ട് ആ ചങ്ങലയൊക്കെ ബാക്കി വണ്ടി ഇട്ടിട്ട് ഇവളെ ഫ്രീ ആക്കിയിട്ട് ഈ വ്യാപാരി തന്റെ വണ്ടി അങ്ങ് ഓടിച്ചു പോവുക. കുറച്ച് ദൂരം അങ്ങ് ചെന്നപ്പോൾ താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സ്വതന്ത്രയാക്കപ്പെട്ട പെൺകുട്ടി ഈ വ്യാപാരിയുടെ കുതിരവണ്ടിയുടെ പുറകെ ഓടി വരികയാണ്. കുതിരവണ്ടിയെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പൊ വ്യാപാരി പെട്ടെന്ന് കുതിരവണ്ടി നിർത്തിയിട്ട് പെൺകുട്ടിയോട് പറഞ്ഞു, നീ സ്വതന്ത്രയാ, നിനക്ക് പോവാം. പെൺകുട്ടി പറയുക, എന്റെ യജമാനനെ അവിടുത്തെ ദാസനായിരിക്കുന്നതാ എന്റെ സ്വാതന്ത്ര്യം. എന്റെ പ്രിയരെ, നമ്മുടെ കർത്താവിന്റെ അടിമയായിരിക്കുന്നതാ നമ്മുടെ സ്വാതന്ത്ര്യം. നാം മറന്നു പോകരുത്. അവന്റെ മുഖം മൃദുവും ചുമട് ലഘുവുമാണ്. അവന്റെ ഡുലോസ് ആയിരിക്കണം. ഹല്ലേലൂയ. അവനെ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് അവന്റെ ഡുലോസ് ആയിട്ടിരിക്കാനാണ്.
അതാ നമ്മുടെ സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ നാം വീണ്ടും ഈ അടിമമുഖത്തിലേക്ക് തന്നെ പോകും. അതാ പെൺകുട്ടി നിന്നെ ആ വ്യക്തിയെ എനിക്ക് നിന്റെ അടിമയായിരിക്കുന്നതാ എന്റെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനെ സ്തോത്രം. ഒരു പാട്ട് പാടാം.